ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം പറയുന്നു, അന്യദേശത്ത് 1000 ദിനങ്ങളെക്കാൾ ദൈവത്തിന്റെ സന്നിധിയില് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയത്തില് ഒരു ദിവസം എത്രയോ ശ്രേഷ്ഠം. പ്രിയമുള്ളവരെ, ഇന്ന് ഈശോ പ്രത്യേകമായി ക്ഷണിച്ച് അവിടുത്തെ ഈ സന്നിധാനത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് ഈ നിമിഷങ്ങളിൽ ദൈവം നൽകിയ നിരവധിയായ നന്മകളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നന്ദി പറയുവാനായിട്ട് നമുക്കൊരുങ്ങാം. എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്തത്ര മാത്രം അനുഗ്രഹങ്ങൾ കൊണ്ട്, കൃപകൾ കൊണ്ട് നമ്മെ ഓരോരുത്തരെയും ദൈവം ഓരോ നിമിഷവും നിറച്ചിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ അതിനൊക്കെ നന്ദി പറയുവാനായിട്ട് ദൈവതിരുസന്നിധിയിൽ മറന്നുപോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നിമിഷം ഈശോയുടെ സന്നിധിയിൽ ദൈവത്തിന് നന്ദി പറയുവാൻ മറന്നുപോയ നിമിഷങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ജെസ്സയുടെ പുത്രനായ ദാവീദില് ദൈവത്തിന് സ്വീകാര്യമായ ഒരു ഹൃദയം ഞാൻ കണ്ടു എന്ന് തിരുവചനം പറയുന്നു. പ്രിയമുള്ളവരെ, ജെസ്സയുടെ പുത്രനായ ദാവീദ് ഒരാട്ടിടയനായിരുന്നിട്ടും പിതാവായ ദൈവം അവനെ അഭിഷേകം ചെയ്തുകൊണ്ട് ഇസ്രായേൽക്കാരുടെ രാജാവായി ഉയർത്തി. ഇസ്രായേൽക്കാരുടെ രാജാവായി ഉയർന്ന ദാവീദ് പിന്നീട് നമുക്കറിയാം, തന്റെ സ്ഥാനമാനങ്ങളും സമ്പത്തും സന്തോഷവുമെല്ലാം കൈവന്നപ്പോൾ ദൈവത്തെ മറന്നുകൊണ്ട് തന്റെ തന്നെ പട്ടാളത്തിലെ സേനാധിപനായ ഊറിയായുടെ ഭാര്യയുമായി പാപം ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും അവളെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഊറിയായെ യുദ്ധക്കളത്തില് വകവരുത്തുകയും ചെയ്തു. എന്നാൽ നാഥാൻ പ്രവാചകൻ വഴി ദൈവം ദാവീദിന് തന്റെ തെറ്റിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ദാവീദ് ദൈവത്തിരുസന്നിധിയില് കേണപേക്ഷിച്ച് വിലപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ദാവീദിന്റെ തെറ്റുകളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ദാവീദിനെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാനായി സാധിക്കും. അതുപോലെ തന്നെ നിനവെ നിവാസികള് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുവാനായി ഒരുങ്ങിയെങ്കിലും തന്റെ സ്നേഹത്തെ പ്രതി യോനാ പ്രവാചകനെ നിനവയിലേക്ക് സുവിശേഷം പ്രസംഗിക്കുന്നതിനായി പറഞ്ഞയക്കുകയും യോനാ പ്രവാചകനിലൂടെ ദൈവം അവരോട് അനുദപിക്കുവാനായി ആവശ്യപ്പെട്ടപ്പോൾ നിനവെ ജനങ്ങള് ദൈവ തിരുസന്നിധിയിൽ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിച്ച് പ്രാർത്ഥിച്ചു. നിനവയിലെ രാജാവും അതോടൊപ്പം ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിച്ച് പ്രാർത്ഥിക്കുകയും ആ രാജ്യത്തുള്ള സർവ്വമൃഗങ്ങൾ പോലും അന്നേ ദിവസം ഉപവസിച്ചുകൊണ്ട് ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ സ്നേഹമയനായ ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നത് നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാനായി സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മളും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് പലതരത്തിലുള്ള പാപങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ട നിമിഷങ്ങളിൽ നന്ദി അർപ്പിക്കാതെ മാറി നിന്ന് പോയിട്ടുള്ള ഓരോ നിമിഷങ്ങളെയും നമുക്ക് ഈ നിമിഷം ഈശോയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് യാചിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവ തിരുസന്നിധിയിൽ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ കരുണ നമ്മളിലേക്ക് ചൊരിയുവാനായിട്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് മഞ്ഞുപോലെ നമ്മുടെ ഹൃദയങ്ങൾ വെളുപ്പിക്കുന്ന ഈശോയുടെ സന്നിധിയിലായിരിക്കുവാൻ കരങ്ങൾ ഉയർത്തി പ്രിയമുള്ളവരെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ നന്ദി, ദൈവമേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കടലാണു ദൈവം, കരുണ തന്നൊരവിടം ദൈവം, ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം. കാരുണ്യക്കടലാണു ദൈവം, കരുണ തന്നൊരവിടം ദൈവം, ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും
നേരവും കരുണയൊഴുക്കുന്ന ദൈവം ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ വികാര വിചാരങ്ങള്, നമ്മുടെ വേദനകള്, ദുഃഖങ്ങള് എല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും ദുഃഖങ്ങളും എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, സ്നേഹനാഥനായ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഈ നിമിഷം നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, തീർച്ചയായും നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം തരുമെന്ന് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് വിശ്വസിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല എന്ന്. അനാഥത്വം പേറുന്നു എന്ന് ചിന്തിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിന്റെ വികാര വിചാരങ്ങള്, ദുഃഖങ്ങള്, വേദനകള് എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അതെല്ലാം നമുക്ക് ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. ഒരുപക്ഷെ സാമ്പത്തികമായ ഭാരങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്നവരാകാം നമ്മള്, രോഗങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന മക്കളാകാം നമ്മള്, മറ്റുള്ളവർ നമുക്ക് നൽകുന്ന പരിഗണന വേണ്ട പരിഗണന നൽകുന്നില്ല എന്ന് ദുഃഖിക്കുന്നവരാകാം നമ്മള്, ജീവിത പങ്കാളി, മാതാപിതാക്കള്, സഹോദരങ്ങള്, മക്കള്, ഇവരെല്ലാം നമുക്ക് അറിയിക്കുന്ന സ്നേഹം നൽകാതെ നമ്മളെ മാറ്റി നിർത്തുന്നതുകൊണ്ട് ഒരുപക്ഷെ അനാഥത്വം പേറുന്ന മക്കളായിരിക്കാം നമ്മള്. നമ്മുടെ ഈ വേദനകളും ദുഃഖങ്ങളെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അനാദികാലം മുതലേ, പ്രപഞ്ച സൃഷ്ടി മുതലേ മനുഷ്യന്റെ സംരക്ഷണത്തിനും മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ പുറകെ നടക്കുന്ന ദൈവത്തെ നമുക്ക് ഓർക്കാം. ആ ദൈവത്തിരുസന്നിധിയിലാണ് നമ്മള് ഇസ്രായേൽ ജനം ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും കാനാൻ ദേശത്തേക്കുള്ള യാത്രയില് ചെങ്കടലിന് മുന്നിൽ അവർ നിന്നപ്പോൾ ചെങ്കടൽ രണ്ടായി പിളർന്നുകൊണ്ട് അവരെ നയിച്ച ആ ദൈവം, മരുഭൂമിയിലൂടെ അവർ സഞ്ചരിച്ചപ്പോൾ അവർക്ക് വിശന്നപ്പോൾ മന്നായും കാടയിറച്ചിയും നൽകിയ ദൈവം, അവർക്ക് ദാഹിച്ചപ്പോൾ പാറയിൽ നിന്ന് ജലം നൽകിയ ദൈവം, പകല് അവർക്ക് മേഘസ്തംഭമായി തണൽ നൽകിയ ദൈവം, രാത്രിയിൽ അഗ്നിഗോളമായി പ്രകാശമായി അവരുടെ മുന്നിൽ അവരെ നയിച്ച ദൈവത്തിന്റെ തിരുസന്നിധിയിലാണ് നമ്മള്. പ്രിയമുള്ളവരെ, ആ ദൈവത്തെ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. നമ്മുടെ വേദനകള്, ദുഃഖങ്ങള്, തകർച്ചകള് എന്തു തന്നെയാണെങ്കിലും ദൈവത്തിരുസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം തരുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ജെറമിയ 33:3 പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ അപ്പോൾ തന്നെ ഉത്തരം വരും, നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരും. പ്രിയമുള്ളവരെ, നമ്മുടെ യാചനകളും പ്രാർത്ഥനകളും നമുക്ക് ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മൾ ദൈവത്തിന്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, കാനായില് കല്യാണ വിരുന്നില് പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ ദൈവത്തിന്റെ തിരുസന്നിധിയിലാണ് നമ്മള്. അതുപോലെ തന്നെ രോഗികൾക്ക് സൗഖ്യം നൽകിയവന്റെ മുന്നിലാണ് നമ്മള്, മരിച്ചവനെ ഉയർപ്പിച്ചവൻ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും ദൈവ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്കറിയാം, ധ്യാനമൊക്കെ കൂടി ഡോക്ടർമാർ ചില രോഗങ്ങളൊന്നും ഒരിക്കലും വൈദ്യശാസ്ത്ര പ്രകാരം സൗഖ്യം കിട്ടില്ല എന്ന് പറയുമ്പോൾ വേദനയോടെ, നിരാശയോടെ നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയും ദൈവത്തിരുസന്നിധിയിൽ യാചിക്കുമ്പോൾ ദൈവം നമുക്ക് സൗഖ്യം നൽകാറുണ്ട്. ആ സൗഖ്യത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ദൈവത്തിരുസന്നിധിയിൽ നന്ദികൾ അർപ്പിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഒരു കാര്യം ഈ നിമിഷത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. നമ്മളൊരു അപകടത്തിൽ പെടുകയോ രോഗം വന്ന് ദൈവത്തിന് നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒന്നും ഒരുപക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ അനന്തമായ കരുണ നമ്മൾ കാണണം. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാത്തത്? ആ സ്നേഹവാനായ ദൈവം നമുക്ക് ഒരു തരത്തിലുള്ള രോഗമോ തകർച്ചയോ അപകടമോ ഒന്നും നമുക്ക് നൽകിയില്ല. ഇപ്പോൾ നോക്കുക, ദൈവത്തിന്റെ അനന്തമായ കരുണ കൊണ്ട് മാത്രമാണ് ഒരു അപകടമോ രോഗമോ ഒന്നും നൽകാതെ ആരോഗ്യത്തോടു കൂടി ദൈവത്തിരുസന്നിധിയിലായിരിക്കുവാൻ, ദൈവത്തിന് നന്ദികൾ പറയുവാൻ ദൈവം നമ്മളെ അനുവദിച്ച ഈ നിമിഷത്തെ ഒരു നിമിഷം കൂടെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി സർവ്വ നന്മകൾക്കും സർവ്വ നമ്മുടെ യുദ്ധ തകർച്ചകളെയും ഒക്കെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ സന്നിധിച്ച് കടന്നു വരുന്ന ദൈവം നമുക്ക് സൗഖ്യം തരും, നമ്മുടെ പ്രാർത്ഥന കേൾക്കും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും എന്ന് ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് സ്തുതിക്കാം, സ്തുതിച്ചാരാധിക്കാം, ദൈവനാമം മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ മഹത്വം, ദൈവമേ ആരാധന, ദൈവമേ ആരാധന. ഭാഷാവരത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ മഹത്വം,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഗായക സംഘത്തോടൊപ്പം പാട്ടുപാടി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പരാജയങ്ങളെയെല്ലാം ജയമാക്കിയിടും ദൈവം. വിജയം നൽകും ദൈവം, വിടുതൽ നൽകും ദൈവം. പരാജയങ്ങളെയെല്ലാം ജയമാക്കിയിടും ദൈവം. ഞാൻ നിന്നെ സുഖപ്പെടുത്തും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ സുഖപ്പെടുത്തും, ഞാൻ നിന്നെ ബലപ്പെടുത്തും. നിന്റെ രോഗശൈലിയിൽ നിന്നും നിനക്കു ഞാൻ വിടുതൽ തരും. നിന്റെ രോഗശൈലിയിൽ നിന്നും നിനക്കു ഞാൻ വിടുതൽ തരും. വിജയം നൽകും ദൈവം, വിടുതൽ നൽകും ദൈവം. പരാജയങ്ങളെയെല്ലാം ജയമാക്കിയിടും ദൈവം. വിശ്വാസത്തിൽ നീ മുന്നോട്ട പ്രിയ മകനേ, വിശ്വാസത്തിൽ നീ മുന്നോട്ട പ്രിയ മകളേ. യേശുവിൽ മുങ്ങി പൊങ്ങുമ്പോൾ നീ പുതുജന്മം നേടും. യേശുവിൽ മുങ്ങി പൊങ്ങുമ്പോൾ നീ പുതുജന്മം നേടും. വിജയം നൽകും ദൈവം, വിടുതൽ നൽകും ദൈവം. പരാജയങ്ങളെയെല്ലാം ജയമാക്കിയിടും ദൈവം. വിജയം നൽകും ദൈവം, ദൈവം. വിടുതൽ നൽകും ദൈവം, ദൈവം. പരാജയങ്ങളെയെല്ലാം ജയമാക്കിയിടും ദൈവം, ജയമാക്കിയിടും ദൈവം, ജയമാക്കിയിടും ദൈവം.